എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. വ്യവസായ പാർക്ക് ഭൂമി അഴിമതി, നഷ്ടം തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM മാർച്ച് നടത്തി. പട്ടികജാതി വിഭാഗക്കാർക്ക് വ്യവസായ പാർക്ക് തുടങ്ങാനായി ഭൂമി വാങ്ങിയതിൽ നടന്ന അഴിമതിയിൽ നഗരസഭയ്ക്ക് നഷ്ടമായ തുക ഈടാക്കുക, ഭൂമി ഇടപാടിൽ അഴിമതി നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക, പ്രോസിക്യൂഷൻ നടപടി വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM പറവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തി. ഏരിയ സെക്രട്ടറി TV നിതിൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ലാത്ത പറവൂർ നഗരസഭയിലെ 3-ാം വാർഡിലെ നീണ്ടൂർ പ്രദേശത്തുള്ള 31 സെന്റ് ഭൂമി 2015 അന്നത്തെ ഈ ഭരണ നേതൃത്വം, ഈ നഗരസഭയിലെ ശ്രീമതി വത്സല പ്രസന്നകുമാർ ചെയർപേഴ്സണും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിരവധിയായിട്ടുള്ള മുൻ ചെയർമാൻ രമേശ് കുറുപ്പ്, മുൻ ചെയർമാൻ ശ്രീ തോപ്പിൽ പ്രദീപ്, കോൺഗ്രസ് കൗൺസിലറായിരുന്ന സോമൻ മാധവൻ, എല്ലാവരും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിയ ചില കളികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതൊരു ഭൂമി ഇവർ കണ്ടെത്തുന്നു. ചുളുവിലയ്ക്ക് എവിടെന്നോ തർക്കത്തിൽ കിടക്കുന്നൊരു ഭൂമി കണ്ടെത്തുന്നു. ആ ഭൂമി കണ്ടെത്തുമ്പോൾ ആ ഭൂമിക്ക് ഇവർ സെന്റിന് 1.5 ലക്ഷം രൂപ സ്വയം നിശ്ചയിക്കുന്നുവല്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ CP ജയൻ കാണിച്ചതുപോലെ കളക്ടർ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ഭൂമി അനുയോജ്യമല്ല എന്ന് പറയുന്നു. തഹസീൽദാർ റിപ്പോർട്ടിൽ പറയുന്നു, നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സൂത്രഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി 31 സെന്റ് സ്ഥലത്ത്, ആ സ്ഥലത്തിൽ 5 സെന്റ് സ്ഥലം തോട് ആണ്, പുഴയാണ്. തോടും പുഴയുമാണ് 5 സെന്റ് സ്ഥലം. ബാക്കി സ്ഥലമോ ഈ 31 സെന്റവും സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴ്ന്ന സ്ഥലമാണ്. സമീപപ്രദേശത്തുള്ള സ്ഥലങ്ങളേക്കാൾ വളരെ താഴ്ന്നതാണ്. കൃത്യമായിട്ട് തഹസീൽദാർ പറയുന്നുണ്ട്, കൃത്യമായി നഗരസഭയുടെ ഓഡിറ്റ് വിഭാഗം പിന്നെ കണ്ടെത്തി പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട്. 2015-16 നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ വായിച്ചു നോക്കണം. എണ്ണി പറയുന്നുണ്ട്. ഈ 140/11A22 എന്ന് പറയുന്ന സർവേയിൽ ഇങ്ങനെ ഒരു ഭൂമിയില്ല, സംശയാസ്പദമാണ്. MR റീന അധ്യക്ഷയായി. 2014 UDFിലെ വത്സല പ്രസന്നകുമാർ നഗരസഭാ അധ്യക്ഷയായിരുന്ന കാലത്താണ് ഭൂമി ഇടപാട് നടന്നത്. അഴിമതി നടന്നെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് അന്നത്തെ UDF കൗൺസിലർമാരിലെ പ്രമുഖരെയും സെക്രട്ടറിയെയും പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുത്ത അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. നടപടികൾക്ക് വേഗത കൂട്ടി കുറ്റക്കാരിൽ നിന്നും നഷ്ടമായ തുക തിരിച്ചു പിടിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ഷൈൻ, NS അനിൽകുമാർ, ലോക്കൽ സെക്രട്ടറിമാരായ CP ജയൻ, TP അജയ്കുമാർ, കൗൺസിലർമാരായ MK ബാനർജി, ജ്യോതി ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.